ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ്മിയാൻ. അപ്പോൾ ഇന്ന് പാർട്ട് 1 ആയിട്ട് വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിക്ക് പെരുന്നാളായിട്ട് ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊച്ചു വീഡിയോ ആയിട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ഊട്ടിത്തെ എസ്റ്റേറ്റ് റൂമിലാണ്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ എനിക്ക് തോന്നിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് ഫസ്റ്റ് ടൈം നോക്കിയാൽ നമ്മൾക്ക് പെട്രോൾ അടിച്ചാനാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ച കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ 500 റുപ്യക്കാട്ടോ അടിച്ചത്. എന്താ വെച്ചാൽ കൂടല്ലൂർ ഭാഗത്തൊക്കെ പെട്രോളിന് വില കമ്മിയാക്കാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പോയതാണ്. പിന്നെ ഞങ്ങൾ കുറേ പോയപ്പോൾ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ സുമതി വളവ് എന്നൊക്കെ പറയേണ്ടവർക്ക് ഡേഞ്ചർ കർവ് വളവ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. നമ്മൾ ചുരം കയറിക്കൊണ്ട് കേട്ടോ. ഭയങ്കര സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച നല്ല തിരക്കുണ്ടാവും കേട്ടോ. വലിയ വലിയ പാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറ കണ്ടാൽ അമ്മച്ചിക്ക് പേടിയാണ്. എന്താ വെച്ചാ അന്ന് ഉരുൾ പൊട്ടിക്കൊണ്ട് പാറൊക്കെ പാടെ വണ്ടിന് വന്ന് പറഞ്ഞ കേസ് ഉണ്ടായിരുന്നല്ലോ. കൊറേ ആദിവാസികൾ കണ്ടോ ആ സൈഡിൽ കാട്ടി കൊടുത്തൊക്കെ ഒക്കെ കഴിഞ്ഞു. കൊറേ ആൾക്കാര് മുളേരി ഇങ്ങനെ അടിച്ചിടൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ താത്താരൊക്കെ ചേറ ഇവിടുന്ന് പിക്ക് എടുക്കപ്പോ ഇവിടെ നിർത്തിയാലോ. ഷൂട്ടിത്തെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ബസ്സാണ്. ഇവിടെ വെള്ളി നീലൊക്കെ ഉണ്ട് കളറ്. പിന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പൊ വണ്ടി എടുത്തോ എവിടെയും കൂടല്ലൂർ 22. കൂടല്ലൂരോ കൂടല്ലൂർ എന്റെ റൂറാവട്ടെ. ഇവിടെ എടുത്തില്ലപ്പാ. ഇമ്മ ഭയങ്കര പുടുത്തമുട്ട തള്ളു. അപ്പൊ അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും. ഇമ്മ കയറുമ്പോ ഞാൻ പേടിച്ചിട്ട് ചോര ഇറങ്ങിയതിന് ശേഷം പറയും ഇനി അപ്പുറത്തേക്ക് പോണ്ട പറയും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ മടങ്ങും. അതിനാണ് ഓർത്തത്. ഇവിടെ പല കള്ളത്തിനും പൊളിയുന്നുണ്ട്. മക്കളുണ്ടായിരുന്നോ? പോന്നിട്ടത് ആ എണ്ണൂണ്ടൊക്കെ പവറേ മാരുതി അന്ന് വണ്ടി കുത്തും അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് പോരന്നെ വെറുതെ. നമ്മള് ചൊര ഇറങ്ങി ഫുള്ള് കഴിഞ്ഞേക്കൂല പോവാ. നമ്മളിപ്പോ ഊട്ടിക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ആ പണ്ടത്തെ ആ ട്രെൻഡ് തന്നെ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെ ചുറ്റുഭാഗം പ്രകൃതി കൊണ്ട് ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചുറ്റുഭാഗം. പിന്നെ അടുത്ത പ്ലാൻ ഇപ്പാൻ്റെ ചങ്ങായിൻ്റെ പെരയ്ക്ക് പോകാനുണ്ട്. ഇപ്പാൻ്റെ ചങ്ങായിൻ്റെ പെര എൻ്റെ കൂടല്ലൂർ തന്നെ കേട്ടോ. അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഉള്ളില്ല കേട്ടോ ഓരോ പെര. അപ്പം ഇപ്പം ഓൽക്കൊക്കെ വിളിച്ചു നോക്കുകയാണ്. ഞാൻ ഇപ്പൊ കൂടല്ലൂരുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഞാൻ നേരം പോലത്തെ പോത്തിന് അവിടെ എത്തിക്കണു. നമ്പർ ഉണ്ട് എന്റെ അടുത്ത്. ചെയ്താക്കാൻ നമ്പർ ഉണ്ടാവും. എന്നാ നമ്പറും തരുജ്. കൂടല്ലൂർ എത്തിയോണ്ട് തന്നെ നമ്മൾ വില കമ്മിയാന്നൊക്കെ കേട്ടിരുന്നു പെട്രോൾക്ക്. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിൽ കയറ്റിയിടും. പിന്നെ പൈസ ഒന്നും നമ്മൾ നോക്കില്ല. ഫുൾ ടാങ്ക് ആയിട്ട് അടിച്ചിട്ട് നമ്മള്. അപ്പോൾ കാശ് ഈ പൈസ ഉണ്ടൊക്കെ പെട്രോൾ അടിച്ചാൽ കൊടുക്കാറുണ്ട്. അത്ര ഫുള്ള് കെട്ടൊന്നും കൊടുക്കണില്ല. പെട്രോൾ അടിച്ചാൽ ആ പൈസ നമ്മളിപ്പോൾ കൊടുക്കേണ്ടി തോന്നിച്ച്. പിന്നെ ഒരു ബൈക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് സ്ഥലമാവണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടാങ്ക് കൊണ്ട് അടിച്ചു പോകുന്നു കേട്ടോ. ആദ്യമായിട്ടാണ്. പക്ഷെ പെട്രോൾ പമ്പിലൊക്കെ എത്ര ഉണ്ട്. ജാംജൂമിന്റെ ബില്ലിന്റെ അത്ര അങ്ങനെ പല ചങ്ങായിന്റെ പെരയ്ക്കൊക്കെ എത്തിട്ടോ. പിന്നെ ഒന്ന് വേറെ പെരയ്ക്ക് പോയി. പല ചങ്ങായിന്റെ ഒറിജിനൽ പെരയ്ക്ക് പോയി. അടിപൊളി സ്ഥലമാട്ടോ. എനിക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു. കൂടല്ലൂരൊക്കെ വരുമ്പോൾ എല്ലാ ഉൾഭാഗത്തെ പെരയ്ക്കൊക്കെ ഒന്ന് പോയൊക്കെ ഞങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഇത് അത്ര അടിപൊളി സ്ഥലമാണ്. അവിടെ ഭയങ്കര പ്രകൃതി ഭംഗിയാണ്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് മുറ്റത്ത് തന്നെ പോയൊക്കെ പെട്ടെന്ന് അവിടെ റോസാപ്പൂവൊക്കെ ഇങ്ങനെ പൂത്തിട്ടുണ്ട്. നാട്ടിലൊന്നും ഇങ്ങനെ പൂത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ചുവ ഇരിക്കുന്ന റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ എന്താന്നറിയാം മാങ്ങ കുറച്ച കളറുണ്ട്. പിന്നെ നമ്മള് പോകുന്നപ്പോ ഇതൊരു കാട് ഏരിയല്ലേ, അപ്പൊ അവിടെ കാടുന്നല്ല, അവിടുന്ന് നമുക്ക് കുറെ തക്കാളിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ കഴിച്ചൊക്കെ നോക്കിയിട്ട് സാധാ ഒരു തക്കാളിന്റെ ചൊയും ഇതൊക്കെ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ കൊലാന്ന് ഇരിക്കുന്ന അതേ മരത്തിന് കേട്ടോ തക്കാളിന്റെ ഇതും ഇതൊക്കെ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വിട്ടുട്ടോ മസിനെ കൂടിയൊക്കെ കയറിക്കൊണ്ടിരിക്കണം. അതിന്റെ ബോർഡർ ഞങ്ങൾ കാണിട്ടോ. നമുക്ക് ഭയങ്കര ഉള്ളിനൊരു സന്തോഷം ഉണ്ടാവില്ല, എങ്ങനെ പറഞ്ഞടിക്കരുത് എന്നില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മസിനെ കൂടിക്ക് വേണ്ടി. പിന്നെ അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ, 2 ഭാഗവും. പിന്നെ എന്താ വെച്ചാൽ കാടായതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ബ്യൂട്ടി ഉണ്ടാവും. നമ്മൾ പോകുന്ന വഴിക്ക് കാടായതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ, മാനി ആനനെയൊക്കെ. മസിനെ കൂടി വഴി ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ റൂമിലോട്ടൊക്കെ പോട്ടെ. പിന്നെ 3-4 സ്ഥലത്തൊക്കെ കറങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. പക്ഷെ വിചാരിച്ച തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. നമുക്ക് റോഡൊക്കെ വിശാലമായി കിടക്കാട്ടോ, അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഹയറായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഊട്ടിയില്. ഇനി ഒന്ന് കടന്നാ മതി, അത്രേന്നെ ഉള്ളു. ഊട്ടിയിലല്ല, മസനഗുഡിയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് കടന്നാ മതി, അത്രക്ക് തന്നെ ഉള്ളു കേട്ടോ. മതി ഓഫാ. അവിടെ ഫുള്ള് കത്തി പിടിച്ചു. ഇപ്പോഴും പോകണൊക്കെ ഉണ്ട് കേട്ടോ. ദർഗ പിന്നെ അതെന്താ ദർഗ മീൻസ് എന്തോ ആചാരം കാര്യങ്ങളൊക്കെ. ദർഗ മോഹനായിട്ടോ ടൈഗർ, ഇതാ ഫോറസ്റ്റിന്റെ ഏരിയ കേട്ടോ. ഇത് ഒരു ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും, കാശൊക്കെ കൊടുത്താൽ. ടൈഗർ റിസർച്ച് സെന്റർ മീൻസ് ആണ്ടോ റിസർച്ച് ചെയ്യുന്ന സെന്റർ. $600 പക്ഷെ ഇവിടെ അടിപൊളി ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളി റോഡും കാര്യങ്ങളാട്ടോ. എന്താ വെച്ചാല് നമുക്ക് വിചാരിച്ചിട്ട് തിരക്കൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം പോവാൻ പറ്റില്ലോ. അപ്പൊ നമ്മള് മസനഗുഡിന്റെ ചോല നമ്മള് കേറിക്കൊണ്ടിരിക്കാട്ടോ. ഇവിടെ അതേമാതിരി നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇറങ്ങിയാണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല എന്നതുകൊണ്ട് പിന്നെ വണ്ടി തന്നെ എടുത്തിടാൻ പാടില്ല. അങ്ങനെ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് പുറത്തിട്ടാല് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെ പോയാൽ ഫോറസ്റ്റത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മസനഗുഡിന്റെ ചുരം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ്. മസനഗുഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാട്ടോ. ഇപ്പോഴും വലിയ ആൾക്കാരൊന്നും ഇല്ല. ആ ഭാഗമൊക്കെ അടിപൊളിയാട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 36 തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 34 36 അങ്ങനെ തിരിവും ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എയർ പിന്ന് ബെൻഡോ അങ്ങനെ എന്തോ പേരൊക്കെയാണേ. ഇതിന്റെ സൈഡിൽ ഒരു ചക്രം വലിക്കുന്ന സാധനമൊക്കെ വെച്ച് കിട്ടോ. തിരിന്റെ ഭാഗത്തൊക്കെ നമ്മള് ഫസ്റ്റ് തന്നെ കേറിയപ്പോഴൊക്കെ എന്താ വെച്ചാ നമ്മക്കറിയില്ല. പിന്നെ ഇവിടെ കുറെ ബോർഡും കാര്യങ്ങളുണ്ട്. ഗോ ഗ്രീൻ ടു കീപ് ഇറ്റ് ക്ലീൻ എന്നൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഫൈൻ ഏറ്റവും മുകളിലാട്ടോ ഒന്നത് 26. ഇപ്പൊ ഈ ബോർഡും ഉണ്ടാവും നമ്മൾ എത്ര വെന്റായി എന്നുള്ളത്. ഇപ്പൊ എത്ര കഴിഞ്ഞു? 25ാമത്തെ വെന്റാണ് ഇപ്പൊ കേട്ടോ. അപ്പൊ 25ാമത്തെ വളവ് നമ്മൾ വളഞ്ഞു. പിന്നെ നേരെ കണ്ട വെള്ള സാധനം സേഫ്റ്റിക്കായി കണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ ടയർ വാങ്ങിക്കുള്ള സാധനം റോഡ് സൈഡില്. എന്താ സംഭവം ഒന്നും നമുക്കറിയില്ല. ആ ടയറുമായിട്ട് 2 വീലറിന്റെ എത്തിയൊരു കയറാം. നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് പോവാണേ. ഈ കാലത്തൊക്കെ ആ മലയിൽ ഏറ്റവും മുകളിലൊക്കെ പേര് വെച്ചോലൊക്കെ ഉണ്ട്. ഗായ്സ് പിന്നെ നമ്മൾ പോണ്ടായിരിക്കും നീലക്കുറിഞ്ഞൊക്കെ കണ്ടോണ്ട്. നീലക്കുറിഞ്ഞനെ തോന്നും കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് പ്രകൃതി കൊണ്ട് കാടും മലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ അടിച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങനെ കൊണ്ടുവരാനൊക്കെ തോന്നി. പക്ഷെ വണ്ടി ഒന്നും നിർത്തിയിട്ട് കുരങ്ങൻ വരുന്ന തന്നെ ഇല്ല കേട്ടോ, വീണ് തന്നെ ഇല്ല. പിന്നെ അധികം വണ്ടി നിർത്തി തിന്നാനൊന്നും കൊടുക്കാൻ നോക്കിയില്ല. എന്താ വെച്ചാൽ പണി കിട്ടും. എന്താ വെച്ചാൽ ഇവിടെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാങ്ങളാണ് പൈച്ച് കയറിയിട്ട് പോകും. പക്ഷെ തിന്നാനും കൊടുക്കാനും പോലെ അയക്കൂലല്ലോ, അതാണ് ഇപ്പോൾ പഴിച്ചത്. പിന്നെ ഗ്യാസ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ തോന്നും. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇവിടെ
ഇപ്പോൾ സ്പെഷ്യൽ എന്താ വെച്ചാൽ എല്ലാ പേർക്കും പല പല കളറ് നീല, ബ്ലൂ, പച്ച, മഞ്ഞ, ചുവപ്പ്, വൈലറ്റ് അങ്ങനെ റെയിൻബോ കളറൊക്കെ അടിച്ച പെരകളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ നേരം നോക്കി നിട്ടോ ഇതൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചുവിടും. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നിർത്താൻ തന്നെ പ്ലാൻ ചെയ്തു കേട്ടോ. ഇതൊക്കെ ഇപ്പം എൻ്റെ കളറൊക്കെ റോസ്, വയലറ്റ്, പച്ച ഇതൊക്കെ കേരളത്തിൽ കിട്ടുമോ? അതേമാതിരിക്ക് തന്നെ കേരളം ഇനി പുരോഗമിക്കുമല്ലോ. കേരളമല്ല മലപ്പുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മാതിരിക്ക് തന്നെ കളർഫുള്ളാണ്. ഇവിടെ ഊട്ടി നോക്കാൻ ഫുള്ള് കളർഫുള്ളാട്ടോ. ഞാൻ വിചാരിച്ചു വലിയ തണുപ്പൊന്നുമില്ല, ഇത് വിറച്ചിട്ട് നിൽക്കാൻ വയ്ക്കണില്ലേനു ഗായ്സ്. ഗായ്സ് അപ്പൊ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടി എത്തിക്കണേ 3-4 കുതിരയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിട്ടോ. കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കുതിര. അപ്പൊ പോകുമ്പോ നിന്നെ കൊണ്ടുപോയാലോ? ചെറുത്തിനെ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ചുരമൊക്കെ കയറിയപ്പോ നമ്മള് ഊട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇവിടെ ഫുള്ള് കാടാണ്. ഇതും ചൊരപ്പോ അല്ല എത്ര ചൊരയപ്പോ ഇത്? കാറ്റാടിയും തേക്കാടിയും ഒന്നല്ല. ഇതാ പൈൻ ഫോറസ്റ്റ് പിന്നെയോ? ഇപ്പൊ നമ്മൾ നിക്കണ്ട് പൈൻ ഫോറസ്റ്റിലാട്ടോ. അതിന് സ്വഭാവ കാശ് നല്ല തണുത്ത കാറ്റ്. ഇതാണ് സ്വർഗം. ആ വീഡിയോ കാറ്റൊക്കെ തണുപ്പിട്ടോ. ഞാൻ വന്ന സമയം കറക്റ്റ് ആണ്. വയ്ക്കൂല. രോമാഞ്ചം തണുപ്പോണ്ട്. എന്തൊക്കെയാ പറഞ്ഞു വന്നത് ഞാന്. സോളാറൊക്കെ ഉണ്ട് പാടത്ത്. ഇത് പാടാ ഇപ്പൊ നല്ല രസമുള്ള നല്ല വൈബുള്ള സ്ഥലമാണത്. എന്താ ഭംഗി കണ്ടോ. ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കണ്ടാൽ തന്നെ എന്ത് രസമുള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. ഭയങ്കര കാറ്റുണ്ട്. പിന്നെ നമ്മൾ കോളനിക്ക് പോകേണ്ട വഴിയാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഫുള്ള് ഇത് നീല, പച്ച, മഞ്ഞ കളർ, ചുവപ്പ്, മഞ്ഞ, വയലറ്റ്, നീല അങ്ങനൊക്കെ ഒരു കളറേനു. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞിട്ടല്ലേ ബാൽക്കണിയുള്ള റൂമിന് വേണം. എത്തായാലും കുഴപ്പമില്ല, ബാൽക്കണി വേണമെന്ന് ഭയങ്കര തല്ലായി. ആ ബാൽക്കണിയുള്ള റൂമിൽ നമ്മൾ എടുക്കാമെന്നൊക്കെ ഉറപ്പിച്ചു കിട്ടപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ റൂം തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റിന് കയറിയപ്പോൾ അത് ഇതെന്താ ഡൈനിങ് ഹാൾ മേശ അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ റൂം കണ്ടപ്പോൾ സ്വർഗം ഇന്ന് കടന്നാൽ മതി എന്നായി. പിന്നെ നമ്മൾ ബാൽക്കണിയാണ് മെയിനായിട്ട് തുറന്നു നോക്കി. ബാൽക്കണി വാ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഒരു സ്ഥലത്ത് ക്യാരറ്റ് ഫാം, ഒരു സ്ഥലത്ത് പല പല കളറും വർണ്ണത്തിലുള്ള ബിൽഡിങ്ങും പെരകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ അടിപൊളി റൂമിന്റെ ബാൽക്കണി നോക്കുമ്പോൾ അവിടെ കുറച്ച് താത്താൽ പണിയെടുക്കണം. അവിടെ ഫുള്ള് വ്യൂ ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ പെരാളെന്നൊക്കെ പറയുമ്പോൾ കളർഫുള്ളാട്ടോ. അത്ര അടിപൊളി സ്ഥലമാണ്. തണുപ്പുണ്ട്. ഇതിന്റെ വേഷമൊന്നും നോക്കണ്ട. ടൗസർ എന്തൊക്കെ നമ്മ പെറ്റ് വെച്ചതാണ്. കുളിച്ചാൽ 100 രൂപ അത് കാട്ടി കൊടുക്കുക. പിന്നെ ഇവിടെ ഫുള്ള് അടിപൊളി വൈബാണ്. വന്നോളി ഊട്ടിക്ക് നല്ല ടൈമാട്ടോ. സിനിമ ബെറ്റൊക്കെ പറഞ്ഞ മാതിരിക്ക് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മ ഒന്ന് തല നനച്ചു അത്രേ കാട്ടിട്ടുള്ളൂ. എളുപ്പം കൊണ്ട് പോന്ന് കുളിച്ചാൽ മതിയല്ലോ. ഭയങ്കര തണുപ്പായിട്ട് ഞാൻ പൊതച്ച് കിടക്കണേ. അങ്ങോട്ട് ഫുള്ള് സീനാണ്. അത് ഫുള്ള് ഇതാണ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങണം. പിന്നെ നാളെ കുറച്ച് കറങ്ങണം. നമ്മള് വൈബൊക്കെ ആസ്വദിച്ച് അടിപൊളി ചിക്കൻ ബിരിയാണി ആ ചൂട് ചായ കിട്ടും. തിന്നോണ്ടിരിക്കണേ. എന്നിട്ട് നമുക്കൊരു ഗാർഡനിക്ക് പോകാണ്ട് 5 മണി വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചതാണ്. പിന്നെ വൈകുന്നേരം ഒന്നും പാടി കഴിക്കുന്നതെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുതിര റൈഡൊക്കെ ഉണ്ട്. കുതിരൻ്റെ വാസന കൊണ്ട് നമ്മൾ കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ ബിൽഡിങ്ങിന് നിങ്ങളുടെ റിസോർട്ട് റൂമിൻ്റെ
റെസ്റ്റോറൻറ്റ് ഭാഗം ഇതൊക്കെ കാണുന്നത്. എന്താ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വ്യൂ ആണ് ഇവിടെ കാണാൻ പെടുന്നത്. ഇവിടെ ഫുൾ ഓഫ് വ്യൂ എന്നൊക്കെ പറയാം. പിന്നെ 2 ക്യൂട്ട് കപ്പിൾസ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ബ്യൂട്ടിഫുള്ളായിട്ട് അങ്ങനെ ഇപ്പോൾ പറയാൻ എനിക്ക് വെക്കണില്ല, പറയാം അടിച്ചാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ പല പല കളറിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തെളിഞ്ഞ് കാണാനാണ് ചർച്ച്. പിന്നെ അവിടെ എല്ലാ പേരും ഇപ്പം തന്നെ വെളിച്ചം കിടാൻ തുടങ്ങി. എന്താ കാര്യം എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്യാരറ്റ് കൃഷി, പ്രകൃതി, ബിൽഡിങ് അതേമാതിരിക്കാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര സൺസെറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കും. ഇതാണ് സ്വർഗം. പിന്നെ അവിടെ ഭയങ്കര ബ്യൂട്ടി സോപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പോകട്ടോ. ഇന്നിപ്പോൾ കറങ്ങി വാ. പിന്നെ വെച്ചാൽ അവിടെ നമ്മൾ നടന്ന് പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കടകൾക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ കടകൾക്കൊക്കെ പോയിക്കാൻ നമ്മൾ ഓരോ സാധനങ്ങളും നോക്കുകയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ലിച്ച് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ലിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല എന്നും. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരെ പിന്നെ അവിടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോയി ഗൈസ്. ഇവിടെ മലയാളമൊന്നും ഇല്ലാത്ത നമുക്ക് എത്ര ഒറ്റയ്ക്ക് പറയാം. അപ്പോൾ ഇവിടെ ബോട്ട് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കയറാൻ പോകുന്ന റൈഡ് അതാണ്. നമുക്ക് ആ റൈഡിലോട്ട് പോയാൽ അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ ഷോപ്പിങ്ങിനെ കുറച്ച് കടയിലൊക്കെ കയറട്ടെ. ഇത് ഫുള്ള് കടയാണ് ഇവിടെ. പക്ഷേ ഒക്കെ ഭയങ്കര ഹൈ റേറ്റ്. അവിടെ നിന്ന് പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നും. പിന്നെ നേരെ അമ്മ പറഞ്ഞാൽ ലിച്ച് വാങ്ങാൻ പോകുന്നു. പിന്നെ ലിച്ചൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ. പക്ഷേ ഫ്രൂട്ട്സും കടയിലൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് കുഴങ്ങിട്ടാ നമ്മൾ ലിച്ചൊക്കെ തിന്നു നടക്കാണേ. നമ്മൾ കുറേ നടന്ന് കാണാം കേട്ടോ. എന്താ വെച്ചാൽ ഈ എസ്റ്റേറ്റ്സിൻ്റെ ഇവിടെ കുറേ പാർക്കാർ എടുത്തെടുത്തുണ്ട്. പോയി കുതിര നോക്കുമ്പോൾ കുതിര എൻ്റെ മോനെ. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ റൂമിൽ തന്നെ പോയിരുന്നു കേട്ടോ ഗൈസ്. ഊട്ടിയൊക്കെ ഗൾഫ് രാജ്യമായി എന്നൊക്കെ തോന്നിട്ടോ. അജ്ജാതെ ബ്യൂട്ടി ആയിരുന്നു രാത്രി. അപ്പോൾ അത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട പാർട്ട് 2 വരുന്നേക്ക്. എത്രയുള്ളൂ. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.